ശരിക്കും ഒരു ഫസ്റ്റ് സീനിൽ സഞ്ജയ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഡയറക്ടർ എന്നുള്ളൊരു മൈൻഡിൽ കങ്കണ എന്തായിരുന്നു പറഞ്ഞത് ശരിക്കും? അവർ ഫസ്റ്റ് അടിപൊളിയാണ് കമന്റ് അതിൻ്റെ. എന്തായിരുന്നു? അല്ലോ അയ്യോ അവർ ഐ തിങ്ക് ഫസ്റ്റ് സീൻ നമ്മൾ ചെയ്ത ഏതായിരുന്നു എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. പക്ഷേ അവർക്ക് ആക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്യാൻ ഭയങ്കര കഴിവാണ്. ഓക്കെ. ഇപ്പം ഞാനും ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തി നമ്മൾ രണ്ടുപേരെയും ഡയറക്റ്റ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. ഓ യുനോ ആ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളെ മനസ്സിലാക്കി, ആസ് എൻ ആക്ടർ നമ്മളെ മനസ്സിലാക്കി ഇൻസ്ട്രക്ഷൻസിൽ മാറ്റം വരും. ഭയങ്കര മാറ്റം. ഒരേ ഫ്രെയിമാണ് എങ്കിൽ പോലും മാറ്റം. അതെ, ഓ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അത്. കാരണം ഒരു സീനിൽ ഞാനുണ്ടായിരുന്നു, സതീഷ് കൗശിക് ജി ഉണ്ടായിരുന്നു. ഈസ് നോ മോർ. പക്ഷേ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് മറ്റേ റൂമിൻ്റെ അവിടെ നിന്ന് ഷായിടാ നീ ഇങ്ങനെ ഓക്കെ സതീഷ് കൗശിക് ജി ആകുമ്പോൾ അവരുടെ അടുത്ത് വന്നിരുന്ന് ഇരുന്നു. ഓ അങ്ങനെ പറയുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഈ ഏജ് കാറ്റഗറിയിലുള്ള കൊടുക്കേണ്ട ഈ ബഹുമാനത്തിൽ സംസാരത്തിൽ അതല്ലാതെ ശൈലികളിൽ വരെ മാറ്റം. അതാ ഞാൻ ചോദിക്കുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൂടെയുള്ള വേറെ നമ്മുടെ അഗൈൻ സെയിം ഏജിലുള്ള ആക്ടേഴ്സ് ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ നമ്മുടെ അടുത്തും പറയുന്ന രീതി വേറെയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഷീ അണ്ടർസ്റ്റുഡ് ഹൂ ഐ ആം വാട്ട് ഐ ആം ആസ് എൻ ആക്ടർ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ എടാ എനിക്ക് 20% ദേഷ്യം, 30% സങ്കടം, 20% ഇത് മറ്റെന്നുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സോ അവരത് അങ്ങനെ പറഞ്ഞു തരും. നേരെ തിരിച്ച് വേറൊരു ആക്ടറാകുമ്പോൾ പുള്ളിക്കാരനോട് നീ അന്ന് പണ്ട് ഇങ്ങനെ വൈഫിനൂടെ എവിടെയെങ്കിലും പോയപ്പോൾ ഉള്ള ആ ഓർമ്മയിലേക്ക് തിരിച്ചു പോകൂ, എന്നിട്ട് ആ ഒരു ഇമോഷൻ ഇതിലേക്ക് കൊണ്ടുവരൂ എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ അയാളോട് പറയുക. സോ ഷീ ഈസ് വെരി സ്മാർട്ട്. അങ്ങനെ വെരി വെരി സ്മാർട്ട്.